ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് മുട്ടക്കറി വെക്കാം. അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി വെക്കാം. അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക, കുറച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് വറ്റൽമുളക്, ഒരു 2 വറ്റൽമുളക് രണ്ടായിട്ട് കീറിയിട്ട് ഇടുക. ദെൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇച്ചിരി ഒന്ന് ക്രഷ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഇടുക. അതിൻ്റെ ഒരു നിറം മാറി വരുമ്പോഴത്തേക്ക് ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞേക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ 2 പച്ചമുളകും കൂടെ ചേർക്കുക. നല്ല രീതിയിൽ തന്നെ ഇളക്കുക. അടച്ചു വെച്ച് വേവിക്കാന്നുണ്ടെങ്കിൽ ഉള്ളി കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞ് ഉപ്പ് ആഡ് ചെയ്യുക, മഞ്ഞൾപ്പൊടി ഇടുക. ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കുക. അതിൻ്റെ ഒരു നിറം ഒന്ന് മാറി ഒന്ന് വരുമ്പോഴത്തേക്കും മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വേണം പൊടികളൊക്കെ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ലേശം കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയൊരു കുറുകി വരുന്ന ആ ഒരു പരുക ആകുമ്പോഴത്തേക്കും കുറച്ച് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് പേസ്റ്റും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുക. ഒരു 5 or 6 കാഷ്യൂനട്ട് വെള്ളത്തിനകത്തിട്ട് വെച്ചിട്ട് അരച്ചെടുത്തിരുന്നാൽ മതി. അതതിനകത്ത് ആഡ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ആഡ് ചെയ്യുക. മുട്ട ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് 15 to 20 മിനിറ്റ് വരെയെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. അത് നമ്മൾ അതിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് ആ ഒരു മിക്സൊക്കെ അതിനകത്തൊന്ന് പിടിച്ചതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. തിളയ്ക്കാൻ അനുവദിക്കരുത്. അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ആ മുട്ടയിലേക്ക് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെക്കാവുന്നതേ ഉള്ളൂ. കാഷ്യൂനട്ടും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. അധികം എരിവൊന്നും കാണത്തില്ല. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്.